CJPയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് പൊളിക്കാൻ വേണ്ടി ഏത് തരം താന്ന പരിപാടികളും കാണിക്കും എന്നുള്ളത് നമുക്കറിയാം. കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ശിങ്കിടികളും ആ ശിങ്കിടികൾ ഇട്ട് കൊടുക്കുന്ന നക്കാപ്പിച്ച തിന്ന് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ വരെ അടക്കം സകല സംഘ സൈബർ ഓളികളും ഏത് പ്രവൃത്തിയും അല്ലെങ്കിൽ ഏത് തരം താന്ന പരിപാടികളും ചെയ്യും എന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ പലതും പൊളിച്ചു അല്ലേ. ജമാഅത്തെ ഇസ്ലാമിന്റെ കത്ത് അങ്ങ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് നമ്മൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ഇന്നലെ തന്നെ 2-3 കാര്യങ്ങൾ നമ്മൾ നല്ല വെടിപ്പായിട്ട് ഇവന്മാർക്ക് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് അടുത്ത ഒരു സംഭവം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവിടെ വന്ന മാധ്യമപ്രവർത്തകരായിട്ടുള്ള പെണ്ണുങ്ങളെ ഇതാ ബലാത്സംഗം ചെയ്യുന്നു, കയറിപ്പിടിക്കുന്നു, അവിടെ കയറിപ്പിടിക്കുന്നു, അവരിടിക്കുന്നു, പിടിക്കുന്നു, മിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു പ്രൊപ്പഗണ്ട ഇന്നലെ മുതൽ നടക്കുന്നുണ്ട്. ഏതാനും ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് ഇവന്മാർ ഈ പ്രൊപ്പഗണ്ട മൊത്തം പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പെണ്ണിനെ നോക്കി നിങ്ങൾ, ആ പെണ്ണിന്റെ വയറ്റിലൂടെ കയറി പിടിക്കുന്നു, കഴുത്തിലൂടെ കയറി പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കടപ്പെട്ടിട്ടുള്ള നാരി ശക്തി അല്ലെങ്കിൽ ബെറ്റി പച്ചാവോ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഊളത്തരങ്ങളും സംസാരിച്ചിട്ട് ഇവന്മാരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് നമ്മളൊരു ഷോർട്ട് ചെയ്തിരുന്നു, ഞാനതിന്റെ ഒരു ലോങ് വീഡിയോ ചെയ്തേ ഉള്ളൂ, കണ്ടു നോക്കൂ. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിച്ച പെണ്ണും അതേ ആണും, ഈ പിടിച്ചു എന്ന് പറയപ്പെടുന്ന ആണും കൂടെ പിന്നെ ലല്ലലല പാടിയിട്ട് നടക്കുന്ന പിന്നെ കാണുന്നത്. ഇതോടുകൂടി ആ സംഭവം അവിടെ പൊളിഞ്ഞു വീഴുകയുണ്ടായിരുന്നത്. സത്യത്തിൽ ഇവർ ഒരേ ഗോദി ബീഡിയുടെ ക്യാമറാമാനും അല്ലെങ്കിൽ അവതാരികയായിരുന്നു. അവിടുന്ന് ഇവള് അതായത് ഈ പെണ്ണ് അവിടെ കൂടിയിട്ടുള്ള ഈ CJP പ്രൊട്ടസ്റ്റേഴ്സിന്റെ മേലോട്ട് മൈക്കും കൊണ്ട് ഇടിക്കാൻ പോയതാണ്. അവളോട് അവിടുന്ന് വിട്ടോ, മോദിക്കുള്ള സ്തുതിപാഠകം ഇവിടെ വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ അവളോട് പോകാൻ പറഞ്ഞപ്പം ഇവള് മൈക്കെടുത്ത് അടിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് അവിടുത്തെ മൈക്കും കൊണ്ട് അടിക്കാൻ പോയ സ്ഥിതിക്ക് ഇവക്ക് അടി കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഇവളുടെ കൂടെയുള്ള ആൾ തന്നെ അവളെ ഇടിച്ച് അല്ലെങ്കിൽ പൊക്കിക്കൊണ്ടുപോകുന്ന ഈ ഒരു സീനാണ് ഈ BJPയുടെ IT സെല്ലിലെ വാണങ്ങൾ എടുത്തിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പോകുന്ന വഴിയിലാണ് അവള് ചേട്ടൻ്റെ കയ്യും പിടിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ പോകുന്ന അടുത്തൊരു വീഡിയോ പുറത്തോട്ട് വരുന്നത്. അപ്പം ഈ CJPയുടെ സമരം തകർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ടു മാക്സിമം എല്ലാ പരിപാടികളും ഈ വാണക്കുറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പിന്നെ നമ്മുടെ മലൻ TV ഒക്കെ പോലെ തന്നെ രാവിലെ തന്നെ ഡൽഹി കലാപത്തിന് മറ്റേ പാക് പിന്തുണ, പാകിസ്ഥാനിൽ നിന്നാണ് ഫണ്ട് വരുന്നതും പറഞ്ഞിട്ട് മറ്റൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എടാ സംഘത്തീട്ടങ്ങളെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ പാകിസ്ഥാനിന് ഫണ്ട് അങ്ങ് ഒഴുക്കി കൊടുക്കുമ്പം നിൻ്റെ ഒക്കെ തലതൊട്ടപ്പന്മാരായിരുന്നു പറഞ്ഞ ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോ, റോ, NIA എന്തൊക്കെ കിടക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താ വാവ് പൊളിച്ചിങ്ങനെ ഇരിക്കുകയാണോ? ഫണ്ട് വരുന്നുണ്ട്, ഇതാ കണ്ടോ, ഫണ്ട് വന്ന് ഫണ്ട് വീണിട്ടുണ്ടോ, ഇനി അവർ കലാപം നടത്തുക എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? 5 പൈസ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാൻ നീ പറഞ്ഞ ഒലത്തിയ ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്താ ഇവിടുത്തെ റോൻ്റെ ഒക്കെ മൂട്ടിൽ വാല് മുളച്ചിട്ടോ അല്ലെങ്കിൽ വേര് മുളച്ചിട്ടോ ഇപ്പം ചെയർമേൽ കുത്തിയിരുന്നിങ്ങനെ ഇരിക്കുകയാണോ? ഇവന്മാർക്ക് എന്ത് മിണ്ടാൻ പറ്റുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല, പൊക്കാൻ പറ്റുന്നില്ല, ആളുകളെ ഒരു തേങ്ങ അവിടെ നടക്കുന്നില്ല എന്നുള്ളത് അവിടെ ചെന്ന ആളുകൾ വ്യക്തമാക്കി പറയുന്നുണ്ട്. അവിടെ വരുന്നത് സാധാരണ പിള്ളേർ, വളരെ സാധാരണയായിട്ടുള്ള ഇത്തരം എക്സാമുകളിൽ പെട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരം എക്സാമുകളിൽ പെട്ടുപോയിട്ട് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരും പിന്നെ യുവ തലമുറയാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും ഇതുപോലത്തെ എക്സാമുകളൊക്കെ ഉണ്ടാകുമ്പം ഇതുപോലെ ഇതിനേക്കാൾ വലിയ കക്കലും മുള്ളലും നടക്കുന്ന സമയത്തും ഇതുപോലെ മിണ്ടാതിരിക്കുന്ന ഒരു പ്രധാന ജിയുടെ അണ്ടറിൽ ഇത് ആലിബാബയെ 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ കുറേ ടീംസും വന്നിരിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അതിനി ഇവിടെ നടക്കൂല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങോട്ട് എത്തുന്നത്. അല്ലാതെ അവിടെ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും എല്ലാം ഒരു തേങ്ങ അവിടെ വരുന്നില്ല. ഇനി അവിടെ പേരിൽ ഈ പറഞ്ഞ ഒരു മുതലെടുക്കാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരെ അവിടെ നിന്ന് തല്ലി ഓടിക്കാനും അവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് തരാം. അത് അവന്മാർ കൊടുക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നിന്നും 1-2 ആളുകൾ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ പട്ടാളത്തിനെ കുറ്റം പറഞ്ഞു, മറ്റവരെ കുറ്റം പറഞ്ഞു, ലോകാവസാനം വരാൻ പോകുക എന്നൊക്കെ പറഞ്ഞ ചില ടീംസിനെ ഞാൻ കണ്ടു. അവൻ്റെ തലയിലൊന്നും ഇതില്ലാത്തത് കൊണ്ടാണ് അവൻ അവിടെ പോയിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അവൻ അവിടെ പോയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്താൽ തിരിച്ചിങ്ങോട്ട് പോരും. അത്രയേ ഉള്ളൂ. അവിടെ വേറെ ഒരു തേങ്ങ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വേറെ കാര്യം. അപ്പം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഇതിനെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ അത് ഓരോ ദിവസവും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടുത്തെ മൊത്തം മെട്രോ സ്റ്റേഷൻ 20ഓളം മെട്രോ സ്റ്റേഷൻ അങ്ങ് അടച്ചിട്ടു. എന്താ അങ്ങോട്ട് ആളുകൾ വരില്ല എന്ന് വിചാരിച്ചിട്ട്. ആളുകൾ എത്തേണ്ടവരൊക്കെ നടന്നു തന്നെ അങ്ങോട്ട് എത്താൻ പറ്റാത്തത് സുപ്രീം കോടതിയിലെ അല്ലെങ്കിൽ ജഡ്ജിമാർക്കും അല്ലെങ്കിൽ അവിടുത്തെ ലോയേഴ്സിനും അവിടുത്തെ ജോലിക്കാർക്കും കറക്റ്റായിട്ട് സമയത്തിന് എത്താൻ പറ്റാത്തത് കൊണ്ട് സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞു ഉച്ച കഴിയുമ്പോഴേക്കും ഇത് തുറന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ഇടപെടുന്നു. അപ്പോൾ അവിടെ സുപ്രീം കോടതിക്ക് ആൾക്കാർ വരുന്നില്ല അല്ലെങ്കിൽ സ്റ്റാഫ് എത്താത്തതുകൊണ്ട് അതല്ലാണ്ട് ഇന്നലെ അവിടെ അത്രയും വലിയ അടി പിടി വെടി നടന്നിട്ടും സുപ്രീം കോടതിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇതിനെപ്പറ്റി സംസാരിക്കാനോ വീഡിയോ കാണാനോ. പക്ഷെ ഇന്ന് ജോലിക്കാരെത്താത്തത് കൊണ്ട് സുപ്രീം കോടതി ഇടപെട്ടു. ശരിക്കും പറഞ്ഞാൽ പെട്ടു. അതാണ് അവിടെ നടന്നത്. അപ്പോൾ അതൊരു കാര്യത്തിൽ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. മോദിജി ഞാൻ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു പോസ്റ്റ് ഇട്ട് മുങ്ങിയതാണ്. അല്ലാണ്ട് വാ തുറന്ന് പറയാനൊന്നും അയാളെ കൊണ്ട് പറ്റൂല എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കാം.
വാ തുറന്നാൽ മണ്ടത്തരങ്ങളായി പോവും അയാൾ പറയുന്നത് എന്നുള്ളത് പുള്ളിക്കും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. ഈ പുള്ളിയുടെ ചുറ്റും പുള്ളിയുടെ അങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന എല്ലാ മണ്ടന്മാർക്കും നല്ല ധാരണ ഉണ്ട്. അതുകൊണ്ട് പുള്ളിയായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റ് പുള്ളി ഇതേപോലെ 1-2 പോസ്റ്റ് ഇട്ട് തരും. അതല്ലെങ്കിൽ പിന്നെ വല്ല ഈ ക്ഷേത്ര ഉദ്ഘാടനങ്ങളോ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വല്ല AI സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാണ്ടെങ്കിൽ പുള്ളി ധൈര്യമായിട്ട് ചെല്ലും, ടെലിപ്രോംപ്റ്റർ വെച്ച് പുള്ളി സംസാരിക്കും. അല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുള്ളിനെ കൊണ്ട് നടക്കൂല എന്നുള്ളത് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഇപ്പം വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നല്ല പേടിയും നമ്മുടെ നാട്ടിലെ ഈ രാജ്യം ഭരിക്കുന്ന വെട്ടാവളിയന്മാർക്ക് ഇപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഈ തത്രപ്പാടും അങ്ങോട്ട് ഇപ്പം 30ഓളം ബറ്റാലിയൻ പുതിയ പട്ടാളക്കാരെയും അതുപോലെ തന്നെ പോലീസിനെ അങ്ങോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. കനോട്ട് പ്ലേസിലെ കംപ്ലീറ്റ് ഈ സ്ഥാപനങ്ങളും ഷോപ്പുകളും ഇന്ന് 6 മണിക്ക് മുമ്പ് തന്നെ അടച്ചു കളയണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തോടെ അടിച്ചമർത്താനാണോ എന്നറിയില്ല. അങ്ങനെ എന്തൊക്കെ പ്ലാനുകൾ പിന്നീട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. കാരണം ഇന്നലെ 2-3-4 ദിവസമായിട്ട് അവിടെ മാത്രം ഇങ്ങനെ ഇത്രയും ജനങ്ങളും മറ്റ് സ്പ്രെഡും ചെയ്യുന്ന അതേ സമയത്ത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും, അത് മുംബൈ എടുത്തോ, ഗുജറാത്ത് എടുത്തോ, കേരളം എടുത്തോ, നിങ്ങൾ ബംഗളൂരു എടുത്തോ, നിങ്ങൾ ഹൈദരാബാദ് എടുത്തോ, ബംഗാൾ എടുത്തോ, ഈ പറഞ്ഞ സകല സ്ഥലത്തും ഗ്രൂപ്പ് ഓഫ് പാർട്ടികൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ നിന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അവിടെ വളരെ വലിയ രീതിയിൽ പാർട്ടികൾ ഒത്തുകൂടുന്നുണ്ട്. ആ പാർട്ടികളെ ജയിലിലോട്ട് എടുത്തു കൊണ്ടുപോകുന്ന ആളുകളുടെ വണ്ടിക്ക് മുമ്പിൽ നിന്ന് ഒരു സ്ത്രീ ഇന്ന് ആ വണ്ടിനെ തടഞ്ഞ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ. അപ്പം അങ്ങ് പരന്നുകൊണ്ടിരിക്കുകയാണ് പാറ്റകളുടെ ഈ ഒരു ആ ഒരു ജന്തർ മന്ത്രം എന്ന് മാറിയിട്ട്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം ഏകദേശം ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, പ്രയാഗ്രാജ്, മോദിയുടെ പ്രയാഗ്രാജ്, മുംബൈ, ബീഹാർ, മിസോറാം, കേരള, പശ്ചിമ ബംഗാൾ, അങ്ങനെ 11 സംസ്ഥാനങ്ങളിലും പ്രമുഖ നഗരങ്ങളിൽ കംപ്ലീറ്റ് പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. അതായത് ഇത് ഏത് രീതിയിലാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം നന്നാക്കണം, അതല്ലെങ്കിൽ ഈ മരണപ്പെട്ട പിള്ളേർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുള്ളൂ. അവരല്ലാണ്ട് ഇവിടെ നേപ്പാൾ കലാപം വേണം, ഇവിടെ ബംഗ്ലാദേശ് കലാപം വേണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവരുടെ 3-4 ചെറിയ കാര്യങ്ങൾ അവരിപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. ഒരു ചർച്ചയ്ക്ക് വേണം, ചർച്ച CJP ആളുകളിരിക്കുക, അല്ലെങ്കിൽ CJPയുടെ ജന്തർ മന്ദിർ എന്നൊരു ചർച്ച വേണം. ചർച്ചയ്ക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമായിട്ട് ഈ പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ കഴിവുകെട്ടെ കഴിഞ്ഞ 100 പേപ്പറുകളുടെ ലീക്കിന്റെ ആസ്ഥാനത്തിരിക്കുന്ന കഴിവുകെട്ട മന്ത്രി രാജിവെക്കണം. 23-24 പിള്ളേർ സൂയിസൈഡ് ചെയ്ത് മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു നീറ്റ് പ്രശ്നത്തിന്റെ പേരിൽ. അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുത്തു. ഇതൊക്കെ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവർ രാജ്യം തൊലയട്ടെ എന്നോ രാജ്യവിരോധികളോ രാജ്യദ്രോഹികളോ അല്ല. ഒരു സ്ഥലത്തും അങ്ങനെ മുദ്രാവാക്യം അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് കൂട്ടു നിൽക്കുന്ന മോദിയും അമിട്ടിന്റെ കൂട്ടരും എല്ലാവരും കൂടെ ഇത് കേട്ട അല്ലെങ്കിൽ ഇത് കേൾക്കാൻ തയ്യാറാകണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പ്രതിഷേധം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി കണ്ടറിയാം ഇതിനടിച്ചമർത്താൻ ഏതൊക്കെ തരത്തിലുള്ള ചെറ്റത്തരങ്ങളും അല്ലെങ്കിൽ പ്രൊപ്പഗണ്ടയായിട്ട് ഈ വൃത്തികെട്ട ടീം ഇറങ്ങും എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസം അവന്മാർ ഇറക്കുന്ന ഓരോ പ്രൊപ്പഗണ്ടകളും വലിച്ചു കയറി കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തുനിന്നുള്ള ആൾക്കാർ. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ പുതിയ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.